പട്ടാളത്തിരിക്കുമ്പോ ഇത്രയും തള്ളില്ലായിരുന്നു കേട്ടോ. രാജകുമാരി ഫ്രൈഡ് ചിക്കൻ. യെസ്, ഇതെനിക്ക് കിട്ടിയ വലിയൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇതാണ് പട്ടാളം സ്പെഷ്യൽ ബീഫ് കറി. ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഏത് സ്ഥലത്താണെന്നറിയാവോ? ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. ഇത് വർക്കലയുള്ള ആലിയിറക്കം ബീച്ച് സൈഡാണ്. വളരെ മനോഹരമായൊരു ബീച്ചാണ് ഈ ആലിയിറക്കം ബീച്ച്. കാരണം നമ്മൾ ഇവിടുത്തെ വ്യൂ ഭയങ്കര സുന്ദരമായ നയന മനോഹരമാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. മാരേജ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടാക്കുകയാണ്. അതായത് നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒറിജിനൽ പുല്ലാവും സെറ്റ് ചെയ്തിട്ടാക്കുകയാണ്. സൂപ്പറായിട്ട് ഇവിടെ നല്ല എല്ലാ ദിവസവും ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. ഹായ് ഡിയേഴ്സ്, രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ പാരിപ്പള്ളിയിൽ പ്രോപ്പർട്ടിയിൽ നടക്കാൻ പോവാന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ സ്കൂട്ടർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമ്മൾ കാർ എടുത്തോണ്ട് വർക്കല പോയാലോ? ഞങ്ങളുടെ ട്രിപ്പുകൾ ഇങ്ങനെ കേട്ടോ, നിൽക്കുന്ന നിപ്പിൽ ഞങ്ങൾ എവിടോട്ടെങ്കിലും പോകും. അമ്മ പറയും, നിങ്ങൾ വേറെ എവിടെ പോകണമെന്ന് പറഞ്ഞല്ലേ പോയി, ഇപ്പം അവിടെ പോയാൽ വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും അമ്മ പോലും തിരിച്ചറിയാം നമ്മൾ അവിടെ അല്ല പോയെന്നുള്ളത്. നമുക്ക് അപ്പോഴും തോന്നുന്നൊരു തീരുമാനമാണല്ലോ. പക്ഷെ അത് ഭയങ്കര രസമാണ് കേട്ടോ, നിൽക്കുന്ന നിപ്പിൽ. ഞാൻ പിന്നെ അറിയാമല്ലോ, ട്രിപ്പ് കൂട്ടിയല്ലോ, എവിടെയെങ്കിലും ഇടേ നമുക്ക് പോകാൻ. ഞാൻ ശരി, നമുക്ക് ഇപ്പോൾ പോവാം. നോക്ക്, കമ്മൽ പോലും ഇട്ടിട്ടില്ല, കോലം കണ്ടോ. മോർണിംഗ് വാക്കിന് പോകാൻ അടുത്തായതുകൊണ്ട് പിന്നെ ആ കോലമൊക്കെ മതിയല്ലോ. നമ്മൾ പിന്നെ എന്താണ് അല്ലേ, ഇതൊക്കെയല്ലേ ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ആസ് ഇറ്റ് ഈസ് എൻജോയ് ചെയ്യുക. അപ്പോൾ ബീച്ചിനടുത്തേക്കുള്ള എത്താറായി ഞാൻ വ്യൂ കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയാണ്. ദേശീയരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു സ്ഥലം കൂടെയാണ് ആലിയിറക്കം ബീച്ച്. കാരണം ഇവിടെ കുറച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അധികം തിരക്കുണ്ടാവില്ല. പക്ഷേ പാപനാശം ബീച്ച് എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ഭയങ്കര റഷായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു നമ്മൾ മാൽദീവ്സിലൊക്കെ, ടീച്ചർമ്മയുടെ മാൽദീവ്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാൽദീവ്സിൽ ഏതോ ഒരു കടലിനെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, അത് രാവിലെയാണ്. ഈ രാവിലെ സമയത്ത് പോലും ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഭംഗിയുള്ളൊരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് ബീച്ചിൽ. ഇവിടെ നോക്കിയ വർക്കല ക്ലിഫിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നെപ്പോലെ ബീച്ച് ലവേഴ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എത്ര കണ്ടാലും മതി വരാത്തൊരു കാര്യമാണ് ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ പോകും തോറും പിന്നെയും ബീച്ചുകൾ നമ്മളെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് ബീച്ചുകളുണ്ട് അല്ലേ ഏട്ടാ? അപ്പോൾ കൊല്ലം ജില്ലയിൽ അതെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരുപാട്, അതായത് കൊല്ലം ജില്ലയിലെ എല്ലാ ബീച്ചുകളും എല്ലാ പ്ലേസസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നിങ്ങൾ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൊല്ലം ജില്ല മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ കേരളം മൊത്തം നമ്മുടെ സുജിത് ഭക്തനെ പോലെ സൗത്ത് ഇന്ത്യ മൊത്തം പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ട്രിപ്സ്, അടുത്ത് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് യാത്രകൾ, അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ, അതുപോലെ 24/7 ഹാപ്പിനെസ്സിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഈ സമയം ഫാമിലിയും നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ പേര് നിന്ന് ബീച്ചിൽ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പോകാം. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ക്ലിഫാണ്. ഭയങ്കര വെയിലടിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ക്ലിഫാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കുറേ ആളുകൾ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. പറയുന്നത് ഈ മണൽത്തരികളിലൂടെ നടന്ന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യട്ടെ. രസമുണ്ടല്ലേ, നല്ല വൈബ്. ഒരുപാട് പേര് കടലിൽ കുളിക്കുന്നുണ്ട്, അടിപൊളിയല്ലേ. ഇന്നൊരു വ്ളോഗ് എടുക്കണമെന്നുള്ള പ്ലാനിങ്ങിലൊന്നും അല്ല കേട്ടോ വന്നത്. അതുകൊണ്ട് എൻ്റെ ലുക്ക് ഇന്ന് എനിക്ക് എന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു, എല്ലാ വ്യൂ. ക്ലിഫാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിഫിൻ്റെ മേളിൽ കുറേ ഹട്ടൊക്കെ കണ്ട, ചെറിയ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ. രസമുണ്ടല്ലേ, മണ്ണിടിച്ചിലുണ്ട്. ക്ലിഫിൻ്റെ മേളിൽ ഇരിക്കുന്ന സ്ഥാപനങ്ങളൊന്നും പെർമനൻ്റ് അല്ല, അത് ഏത് സമയവും നിലം പത്താവുന്ന അവസ്ഥയിലാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇവിടുന്ന് കാണാൻ പറ്റും പാപനാശം ബീച്ചിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും.
നമ്മുടെ വർക്കലത്തെ ഹോം സ്റ്റേയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരിശ്രമയുടെ ഹോം സ്റ്റേ വരുമ്പോഴേക്കും എല്ലാവരും വർക്കല വായോ, നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. തിര വരുന്നുണ്ട്. Enjoy each and every moment of your life, dears. കാലിൻ്റെ അടുത്തേക്ക് വരുമോ നോക്കട്ടെ. വന്നു 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 ഗൈസ്, വന്നു വന്നു. കൈതപ്പൂ മണമുള്ള ചെഞ്ചലാക്ഷി, അതാണ് കൈതപ്പൂ. ഹായ് ഗൈസ്, കൈതപ്പൂ കണ്ടിട്ടില്ലാത്തവര് കണ്ടോളൂ. ഇതാണല്ലേ കൈതപ്പൂ. അടുത്ത് കാണിച്ചേ. ഓ, ഇതാണ് കൈതപ്പൂ അല്ലേ. അതിൻ്റെ അകത്ത് എന്തോ ഒരു കൈതപ്പൂവിന് ഭയങ്കര മണമാണോ? അയ്യോ, എനിക്ക് മണമൊന്നും തോന്നുന്നില്ല. അപ്പം ഇതാണ് കൈത കേട്ടോ, കൈതപ്പൂ. ഓ, പാട്ടിൽ മാത്രമേ കൈതപ്പൂവിന് മണമുള്ളതെന്നാണ് ചേട്ടൻ പറയുന്നത്. പാട്ടെ കണ്ടുപിടുത്തോ അല്ലേ. ഇത് നമ്മൾ തിരിച്ച് പോവാണ്. കായാണ് കേട്ടോ ഇത്. ഒരുപാട് കൈതയുടെ കാ പിടിച്ച് നിൽക്കുന്നുണ്ട്. കായും ആ കാ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, മഞ്ഞ കളറിൽ. അടിപൊളി. കാക്ക കഴിക്കുമല്ലേ ഇത്. എന്തോ പനയാണോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്? പനയുടെ അകത്ത് കായും ഉണ്ടെന്ന് തോന്നല്ലേ. പനയിലാണോ യക്ഷി കാണപ്പെടുന്നത്? അതാണോ പനയക്ഷി, വടയക്ഷി, വടയക്ഷി? നേഷൻ വെഡിങ്ങിനും പാർട്ടീസിനും ഒക്കെ ആ ഒരു പുസ്തകടി അറേഞ്ച് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഇത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇവിടെ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത് കേട്ടോ. നഗരസഭ വളരെ വൃത്തിയായിട്ട് ജൈവമാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ 2 ബോക്സായിട്ടൊക്കെ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നഗരസഭ മാത്രം മാറിയിട്ട് കാര്യമില്ല, ജനങ്ങളും മാറണം, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡും മാറണം. അതെ അതെ, എങ്കിലേ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ ചിന്നൂലാണ് വന്നിട്ടുള്ളത്. കാർ എടുക്കാം. നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അടുത്തൊരു അമ്പലം കാണുന്നുണ്ട്. ഒരു അമ്പലമാണ് കേട്ടോ. മോർണിംഗ് വൈബ് അടിപൊളി. നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലിരുന്നും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയും, ചേട്ടനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അങ്ങനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എമ്പുരാൻ വന്നിട്ടുണ്ട്. അമ്മച്ചിരുന്ന് എമ്പുരാൻ കാണുന്നുണ്ട്. എങ്ങനെയുണ്ടമ്മ സിനിമ? ഹായ് ഡിയേഴ്സ്, വൈകുന്നേരം ആയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ എന്ത് കഴിക്കും എന്ന് ആലോചിച്ചപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു RFC കഴിച്ചിട്ട്. അപ്പോൾ RFC കഴിക്കാനായിട്ട് പോവാണ്. ചേട്ടനും പിള്ളേരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് RFC? രാജകുമാരി ഫ്രൈഡ് ചിക്കൻ. യെസ്, KFC പോലെ RFC. അപ്പോൾ നമ്മൾ വിളിച്ച് ഗോൾഡൻ ഡയമണ്ട്സിന്റെ അതിനടുത്ത് തന്നെയാണ്. നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പാക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെന്നാൽ മതി. പോവാം. അച്ഛൻ എന്ത് ചെയ്യേ? എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടേക്കുമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കാലാവധി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ബോട്ടോക്സ് ചെയ്യണം. ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു ഒരുക്കവും ഇല്ല കേട്ടോ, പൊട്ട് പോലും വെക്കാതെയാണ് പോകുന്നത്. ആലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പാർക്കിംഗ് ഒരു ടാസ്ക്കാണ്. രാജകുമാരിയുടെ തന്നെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാം. ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാനും പിള്ളേരും കൂടെ ഷോപ്പിലേക്ക് കയറുകയാണ്. അങ്ങനെ ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്യുന്ന KFC മോഡലിലുള്ള RFC രാജകുമാരി ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചൂടോടെ എൻജോയ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. അതിനോടൊപ്പം പെപ്സിയും കിട്ടും. പിന്നെ ഞങ്ങളത് കൂടാതെ ഷാർജ ഷേക്ക്, ചോക്ലേറ്റ് ഷാർജ ഷേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സുകളുടെ തിരക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ എൻ്റെ ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനായിട്ട് നിൽക്കുന്നതല്ലേ, അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പോകാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലമാണ്. ഇനി
കുറച്ച് സമയം കണ്ടെത്തി ചെറിയ കുക്കിങ്ങും കൂടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് നിങ്ങളുമായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന കവറിൽ ഞാൻ പാഴ്സൽ മേടിച്ചതാണ് കേട്ടോ. വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അവർക്കും അതുപോലെ അമ്മച്ചിക്കും വേണ്ടുന്ന പാഴ്സൽ വാങ്ങിയതാണ്. ഓക്കെ, ഹായ് ഗൈസ്, എല്ലാവരും കൊണ്ടോണേ. ചക്ക കെട്ടിയാൻ പോവുകയാണ്. ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ചക്കയാണ് പരവൂർ എസ്റ്റേറ്റ് ചെയ്ത് പിടിച്ച ചക്കയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ചക്ക പട്ടാള തീങ്ങുമ്പോൾ ഇത്രയും തള്ളില്ലായിരുന്നു കേട്ടോ. ഈ ചക്ക പാകിസ്ഥാനികൾ തള്ളിയിട്ട് പോകുന്നത് നമുക്ക് ബാക്കിലോട്ട് പോകാൻ പറയാം. പഴുത്തയൊക്കെ പഴുത്തെന്ന് തോന്നുന്നു കേട്ടോ. യെസ് ഗൈസ്, പഴുത്ത ചക്ക നല്ല ചുളയാണ്. യെസ് ഗൈസ്, കഴിച്ചു നോക്കാം. മധുരം ഉണ്ടെന്ന് ആദ്യം നോക്കാം. കാഴ്ചക്കാർക്കൊക്കെ കൊടു, അമ്മയ്ക്ക് കൊടുക്കാം ആദ്യം ചക്ക. വേണ്ട, കഴിയുന്നില്ല. വേണോട് കഴിച്ചോട്ടെ. സ്വയം കഴിച്ചു നോക്കിയാണ്. കൊള്ളാം. മധുരിച്ചിട്ടില്ല, കറിക്ക് പറ്റിയ സമയം. നോക്കട്ടെ. കറിക്ക് പറ്റിയത് പഴുത്തൊന്നുമില്ല, പോടുന്ന വിളഞ്ഞതേ ഉള്ളൂ. നല്ല ചക്കയാണ്. കാഴ്ചയിൽ മഞ്ഞയായിട്ട് തോന്നേ ഉള്ളൂ, വിളഞ്ഞതേ ഉള്ളൂ. കറിപ്പരുവാ അത്. എന്താ അമ്മ, ചക്കയോലിശ്ശേരിയാണോ? ചക്കയൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ഇനി നമുക്ക് മാർക്കറ്റിൽ പോവാം. ഇന്ന് രാവിലെ ക്ലാസ്സില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോവാം. കേറട്ടോ. നമ്മൾ മീനമ്പലം മാർക്കറ്റിലെത്തിയപ്പോൾ മാർക്കറ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കല്ലുവാതുക്കൽ പോയി. ഈ കാണുന്നതാണ് കല്ലുവാതുക്കൽ മാർക്കറ്റ്. പണ്ട് ഞാൻ കുരിശുമൂട്ടിൽ താമസിക്കുന്ന സമയത്ത് സ്ഥിരം നമ്മൾ ഇവിടെ നിന്നായിരുന്നു കേട്ടോ മീനൊക്കെ വാങ്ങിയിരുന്നത്. ഇന്ന് കുറച്ച് ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചു. ചേട്ടൻ 1 കിലോ ബീഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ബീഫ് എടുക്കുകയാണ്. കുറേ നാളായിട്ടുണ്ടായിരുന്നു ബീഫ് കറി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമുക്ക് അമ്മച്ചിക്ക് മുറുക്കാൻ മേടിക്കാം. അമ്മച്ചിക്ക് പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഏറ്റവും ഹാപ്പി ആക്കുന്നത് മുറുക്കാൻ. അങ്ങനെതുകൊണ്ട് ഞങ്ങൾ മുറുക്കാനൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മീനമ്പലം സൂപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പ് ലുലുവിൽ പോയപ്പം ചെറുപയർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറുപയർ പായസം വെക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യും ഒക്കെ മേടിക്കണമായിരുന്നു. അതൊരു ദിവസം ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഞാനത് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ കണക്റ്റഡ് ആയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആക്ച്വലി നമ്മൾ കല്ലുവാക്ക് വരെ പോയപ്പോഴത്തേക്ക് അവിടെ ബീഫ് വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ കൂടെ പോയത്. അപ്പോൾ നമുക്ക് തോന്നി എന്തായാലും ബീഫ് മേടിച്ചാലോ. ബീഫ് മേടിച്ചോ ഞാൻ പറയാമെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പട്ടാള സ്റ്റൈലിൽ ഒരു ബീഫ് വരെ വെക്കാം. ഓക്കെ ആണോ, തയ്യാറാണോ? കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചത്. വയ്ക്കാൻ തയ്യാറാണോ എന്നല്ല പറഞ്ഞത്. തയ്യാറാണ് എങ്കിൽ ഞാൻ പറയാം. ഞാൻ ഇന്ന് അതിൻ്റെ റെസിപ്പി കൂടെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തത്. 1 കിലോ ബീഫ്, കുറച്ച് ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ജീരകവും ചെറിയ ജീരകവും ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചാക്കാം കേട്ടോ. അതെൻ്റെ സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നു. സവാള 3. ഇതിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, മുളക് പൊടി, മല്ലിപ്പൊടി, തക്കാളി, ഇത് തേങ്ങ പീസാക്കിയത്, അത് ഏറ്റവും അവസാനം വേണ്ടിയത്. പിന്നെ കറിവേപ്പിലായി, മല്ലിയിലയായി. ആദ്യം ഒരു വലിയ കുക്കറാണ് എടുത്താക്കുന്നത് കേട്ടോ. 1 കിലോ ബീഫ് ഉള്ളതുകൊണ്ടേ. നമ്മൾ പാചകത്തിന് വേണ്ടി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പണ്ട് ആർമി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് ചേട്ടൻ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ കുക്ക് ചെയ്യായിരുന്നു കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, പട്ട, കുറച്ച് കടുക്, ഗ്രാമ്പുവും കറുവപ്പട്ടയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ
അരിഞ്ഞു വെച്ചാക്കുന്ന സവാളയും, ഇത് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഈ ബീഫിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ചെറിയ ഉള്ളിയാണ്. പക്ഷെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ബ്രൗൺ കളർ ആവുന്നത് വരെ. ബ്രൗൺ കളർ ആയതിനു ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നത് കേട്ടോ. നമുക്കുള്ള ഈ കുക്കിംഗ് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിലെ സൺഡേ ആയിരുന്നു. പട്ടാളത്തുള്ള ഒരു സൺഡേ എനിക്കിതൊരു വലിയൊരു സന്തോഷകരമായ കാര്യമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷണങ്ങൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ. പക്ഷേ അത് വിജയകരമായിരുന്നു കേട്ടോ ആ പരീക്ഷണമൊക്കെ. ഇന്നത്തെ പട്ടാള സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് ഇന്ന് ഈ ഒരു കുക്കിംഗ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പട്ടാള സ്പെഷ്യൽ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പീസ് ഇനിയും ചേട്ടൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ണമോനാണ് കേട്ടോ ക്യാമറാമാൻ, പല ആംഗിളിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ വീട്ടിൽ സ്ത്രീകളെ സഹായിക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് സമയം, അതൊരു സന്തോഷവും ഒരു തമാശ രൂപേണ തന്നെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കൊരു സഹായമാകത്തില്ല. രാവിലെ മുതൽ 4-5 മണി വരെ അവരുടെ ജോലി തുടങ്ങുന്നത്, രാത്രി 10 മണി വരെ ഒരു അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തില്ല. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ എല്ലാവർക്കും സഹായിക്കാവുന്നേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തൊന്നും ആരും ഒരു നാണക്കേടെന്നോ അല്ലെങ്കിൽ അത് ചെറുതാവുമെന്നോ ഒന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു നല്ലൊരു മാത്രമല്ല, ഭാര്യയ്ക്ക് അതൊരു സന്തോഷമാകത്തില്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഭാര്യയെ കുക്കിങ്ങിൽ സഹായിക്കുക കേട്ടോ. സഹായിച്ചിട്ടുള്ളവർ കമൻ്റ് ഇടുക, സഹായിക്കാൻ താല്പര്യമുള്ളവരും കമൻ്റ് ഇടുക കേട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുക്കുക, അപ്പോൾ അവർക്കും കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുമല്ലോ. ചെറിയ ബ്രൗൺ നിറം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും നമ്മുടെ ഉള്ളിയും കൂടെ നല്ല രീതിയിൽ പരുവപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്താക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒപ്പം 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്, നല്ല മണം വരാൻ തുടങ്ങി. ഇതിലേക്ക് നമ്മൾ 3 തക്കാളിയുടെ പീസ് മുറിച്ച് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലിടണം ഈ സമയത്ത്, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ തക്കാളി ഇട്ട ശേഷം ഒന്ന് ഇളക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്,
ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ചൂടുവെള്ളം നല്ലോണം തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്, കുക്കറിൽ നിന്ന് പുറത്തിയാണ്. അടച്ചു വച്ച് ഒരു 7 വിസിൽ, ഞാൻ 7 വിസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 7 മുതൽ 8 വരെ വിസിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന ശേഷം അത് നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു 7 വിസിലും കൂടെ, അങ്ങനെ ടോട്ടൽ 8 വിസിലാണ് വരേണ്ടത് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. മാത്രമല്ല, എനിക്ക് ഇപ്പം മണി 12:45. 1 മണിക്കൊരു KSB ചിട്ടിയുണ്ട്. നമ്മുടെ KSB ചിട്ടിയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ചിട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു ചിട്ടി ഇന്നാണ്. അപ്പോൾ ഞാൻ 1 മണിക്ക് മുമ്പേ പാരപ്പള്ളി എത്തണം. ഞാൻ ഈ ചിട്ടിക്ക് പോയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ടച്ച് കാണിക്കാം. ഇന്ന് ചിട്ടി ഞറുക്കാനാണ് സാധ്യത. ഞറുക്ക് എനിക്കായിരിക്കും, യാതൊരു സംശയമില്ല. ഞാൻ ജോബിന് വേണ്ടിയിട്ട് അഫർമേഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ജോബിന്റെ കാര്യം ശരിയായിട്ടുണ്ട്. ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓഫർ. അതാണ് വെരി ഗുഡ്. അപ്പൊ ഒരു 1 lakh ഒക്കെ ഓക്കെ ഗൈസ്, നമുക്കിങ്ങനെ 8 വിസിൽ കഴിഞ്ഞു. അതിന്റെ വിസിലിന്റെ പ്രശ്നമെല്ലാം പോയി. തുറന്നു നോക്കാം നമുക്ക്. ഓക്കെ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വെന്ത്. അപ്പോൾ 8 വിസിൽ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഓക്കെ, ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. കടായി ചെറുതായി ചൂടായി. അപ്പോൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ, സ്വല്പം മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കറി. ഇളക്കി കൊടുക്കുക. അടച്ചു വെച്ച് ഇളക്കണ്ട. കാര്യം ആൾറെഡി അതിനകത്ത് വെള്ളമുണ്ട്. അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം കുറയത്തില്ല, ഒന്ന് വറ്റണം. നമ്മുടെ ബീഫ് കറി സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇത് അടുത്തൊരു സർപ്രൈസാണ് കേട്ടോ. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് 6 ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് ടീച്ചറമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സ്റ്റുഡൻസ് ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബിരിയാണി എത്തിയത്. അത് മാത്രമല്ല, നമ്മളിന്ന് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ രാത്രിയിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിരിയാണി വെച്ചേക്കാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ രാത്രിയിൽ കഴിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അത് അടുത്ത വ്ളോഗിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. സോ സ്റ്റേ കണക്റ്റഡ്. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ, ലവ് യു ഓൾ.